റോബർട്ട് ഗ്രീനിന്റെ ദ 48 ലോസ് ഓഫ് പവർ എന്ന പുസ്തകത്തിലെ 18-ാമത്തെ നിയമം, സ്വയം സംരക്ഷിക്കാൻ കോട്ടകൾ നിർമ്മിക്കരുത്, ഒറ്റപ്പെടൽ അപകടകരമാണ്. ഈ നിയമം പറയുന്നത്, നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ ഈ പുസ്തകത്തിലെ തന്ത്രങ്ങൾ ഉപയോഗിച്ചേക്കാം, അവരുടെ ഓരോ നീക്കവും ശ്രദ്ധിക്കുക. അധികാരത്തിന്റെ ഈ നിയമങ്ങൾ നിങ്ങളെ ഉയർന്ന സ്ഥാനങ്ങളിലെത്തിച്ചേക്കാം, എന്നാൽ അത് നിങ്ങളുടെ സൗഹൃദങ്ങളെയും സമാധാനത്തെയും നഷ്ടപ്പെടുത്തിയേക്കാം. ആയതിനാൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന നഷ്ടങ്ങൾക്ക് ഞങ്ങൾ ഒട്ടും ഉത്തരവാദികളായിരിക്കില്ല. സ്വയം സംരക്ഷിക്കാനായി നിങ്ങൾ സമൂഹത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറി ഒറ്റപ്പെടരുത് എന്നാണ്. ഒറ്റപ്പെടൽ ഒരു കോട്ട പോലെ സുരക്ഷിതമാണെന്ന് തോന്നാമെങ്കിലും അത് നിങ്ങളെ അപകടത്തിലേക്ക് നയിക്കും. ഒറ്റപ്പെട്ട് ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട വിവരങ്ങളും സഖ്യകക്ഷികളും നഷ്ടമാകും. ശത്രുക്കൾ നിങ്ങളുടെ നേർക്ക് വരുന്നത് കാണാൻ കഴിയാത്തതുകൊണ്ട് നിങ്ങൾ ഒരു എളുപ്പമുള്ള ലക്ഷ്യമായി മാറും. കൂടുതൽ വിശദമായ വിവരണം. ഈ നിയമത്തിന്റെ പ്രധാന ആശയം യഥാർത്ഥ സുരക്ഷിതത്വവും അധികാരവും ഒറ്റപ്പെട്ടു നിൽക്കുന്നതിലൂടെയല്ല, മറിച്ച് സമൂഹവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നതിലൂടെയാണ് ലഭിക്കുന്നത് എന്നതാണ്. നിങ്ങൾ ഒറ്റപ്പെടുമ്പോൾ നിങ്ങളുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു വിവരവും ലഭിക്കില്ല. നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരാണ്, ശത്രുക്കൾ ആരാണ്, അവർ എന്ത് തന്ത്രങ്ങളാണ് മെനയുന്നത് എന്നൊന്നും നിങ്ങൾക്ക് അറിയാൻ കഴിയില്ല. ഈ അറിവില്ലായ്മ നിങ്ങളെ വളരെ ദുർബലനാക്കും. നിങ്ങൾ നിർമ്മിച്ച കോട്ട നിങ്ങളെ സംരക്ഷിക്കുന്നതിന് പകരം നിങ്ങളെ അന്ധനാക്കുകയാണ് ചെയ്യുന്നത്. ഈ നിയമം നിർദ്ദേശിക്കുന്നത് നിങ്ങൾ സ്വയം ഒറ്റപ്പെടുത്തുന്നതിനു പകരം സാമൂഹിക കാര്യങ്ങളിൽ ഇടപെടുക എന്നതാണ്. ആളുകളുമായി ബന്ധപ്പെടുക, സൗഹൃദങ്ങൾ ഉണ്ടാക്കുക, കാര്യങ്ങളെക്കുറിച്ച് അറിഞ്ഞുകൊണ്ടിരിക്കുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയും, നിങ്ങൾ കഥകളും ഗോസിപ്പുകളും കേൾക്കുകയും ശത്രുതകളെക്കുറിച്ച് മനസ്സിലാക്കുകയും രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ച് ഒരു ധാരണ നേടുകയും ചെയ്യും. ഈ വിവരങ്ങളാണ് നിങ്ങളുടെ ഏറ്റവും നല്ല പ്രതിരോധം. സഖ്യകക്ഷികളെ ഉണ്ടാക്കാൻ കഴിയും. നിങ്ങൾക്ക് ഒരു പ്രശ്നം വരുമ്പോൾ സഹായിക്കാൻ കഴിയുന്ന ആളുകളുമായി ബന്ധം സ്ഥാപിക്കുക. ഒരു ശത്രു നിങ്ങളെ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ അവർക്ക് നിങ്ങളെ മാത്രമല്ല നിങ്ങളുടെ മുഴുവൻ സുഹൃത്തുക്കളുടെയും സംഘത്തെയും നേരിടേണ്ടിവരും. ഒരു മനുഷ്യകവചം ഉണ്ടാക്കാൻ കഴിയും. നിങ്ങൾ ഒരു ജനക്കൂട്ടത്തിന്റെ ഇടയിൽ നിൽക്കുമ്പോൾ നിങ്ങളെ ആക്രമിക്കാൻ ശത്രുക്കൾ മടിക്കും. കാരണം നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾ ആ ആക്രമണത്തിന് സാക്ഷിയാകാൻ സാധ്യതയുണ്ട്. ചുരുക്കത്തിൽ, ഏറ്റവും നല്ല പ്രതിരോധം മതിലുകളുണ്ടാക്കുന്നതിലല്ല, മറിച്ച് വിപുലമായതും വിവരങ്ങൾ ലഭിക്കുന്നതുമായ ഒരു സൗഹൃദവലയം ഉണ്ടാക്കുന്നതിലാണ്. യഥാർത്ഥ അധികാരം മറ്റുള്ളവരുമായി ബന്ധപ്പെടാനുള്ള നിങ്ങളുടെ കഴിവിൽ നിന്നാണ് വരുന്നത്, അവരെ ഒഴിവാക്കുന്നതിലൂടെയല്ല. ചില ഉദാഹരണങ്ങൾ. ചരിത്രം. ചൈനയിലെ ഷി ഹുവാങ്തി ചക്രവർത്തി. ചൈനയിലെ ആദ്യ ചക്രവർത്തിയായിരുന്ന ഷി ഹുവാങ്തി തന്റെ ജീവൻ രക്ഷിക്കാൻ ഒരുപാട് കോട്ടകളുണ്ടാക്കി. എന്നാൽ അദ്ദേഹത്തിന് ആളുകളെ വിശ്വസിക്കാൻ ഭയമായിരുന്നതുകൊണ്ട് അദ്ദേഹം ആരോടും അടുപ്പം സ്ഥാപിച്ചില്ല. ഈ ഒറ്റപ്പെടൽ കാരണം അദ്ദേഹത്തിന് ചുറ്റുമുള്ള ആളുകൾ എന്തു ചെയ്യുന്നു എന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഒടുവിൽ അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിച്ച ആളുകളെ അദ്ദേഹം തിരിച്ചറിഞ്ഞില്ല. സിനിമ ബാഹുബലിയിലെ ബല്ലാലദേവ. ബല്ലാലദേവ രാജാവായിരുന്നിട്ടും ജനങ്ങളുമായി ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം കൊട്ടാരത്തിൽ ഒതുങ്ങിക്കൂടുകയും തന്റെ ശത്രുക്കളെക്കുറിച്ച് വിവരങ്ങൾ അറിയാൻ ശ്രമിക്കാതിരിക്കുകയും ചെയ്തു. ഈ ഒറ്റപ്പെടൽ കാരണം അദ്ദേഹം പുറത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിഞ്ഞില്ല. പിന്നീട് മഹേന്ദ്ര ബാഹുബലി തിരികെ വന്നപ്പോൾ ബല്ലാലദേവയ്ക്ക് ജനങ്ങളുടെ പിന്തുണ കിട്ടാതെ ഒറ്റപ്പെട്ടുപോയി. ചരിത്രം. ലൂയി 16 ഫ്രാൻസിലെ രാജാവായിരുന്ന ലൂയി 16 തന്റെ കൊട്ടാരത്തിൽ ഒതുങ്ങിക്കൂടി. സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഈ ഒറ്റപ്പെടൽ കാരണം അദ്ദേഹത്തിന് ജനങ്ങൾക്കിടയിൽ ഒരുപാട് ശത്രുക്കളുണ്ടായി. അദ്ദേഹത്തിന് ഈ ശത്രുക്കളെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഒടുവിൽ ഈ ഒറ്റപ്പെടൽ അദ്ദേഹത്തിന്റെ അധികാരം നഷ്ടപ്പെടാൻ കാരണമായി. സിനിമ. സിംഹരാജാവിന്റെ കഥയിലെ സ്കാർ. ദി ലയൺ കിങ് എന്ന സിനിമയിലെ സ്കാർ സിംബയെ രാജാവായി പ്രഖ്യാപിക്കുന്നതിനു മുമ്പ് താൻ ഒറ്റയ്ക്ക് ഭരിക്കണമെന്ന് തീരുമാനിച്ചു. സ്കാർ ജനങ്ങളുമായി ബന്ധം സ്ഥാപിച്ചില്ല. ഈ ഒറ്റപ്പെടൽ കാരണം അദ്ദേഹത്തിന് തന്റെ സിംഹാസനം നഷ്ടമായി. ചരിത്രം. അലക്സാണ്ടർ ചക്രവർത്തി. അലക്സാണ്ടർ ചക്രവർത്തി എല്ലായ്പ്പോഴും തന്റെ സൈന്യത്തോടൊപ്പമായിരുന്നു. അദ്ദേഹം സ്വന്തം കൂടാരത്തിൽ ഒതുങ്ങിക്കൂടാതെ സൈനികരുമായി ഭക്ഷണം കഴിക്കുകയും അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. ഈ കൂട്ടായ്മ കാരണം അദ്ദേഹത്തിന് എല്ലായ്പ്പോഴും വിവരങ്ങൾ ലഭിച്ചിരുന്നു. ഇത് അദ്ദേഹത്തെ കൂടുതൽ ശക്തനാക്കി. സിനിമ. ഹാരി പോട്ടർ. വോൾഡ്മോർട്ട് ശക്തി നേടാൻ ശ്രമിക്കുമ്പോൾ അവൻ ഒറ്റയ്ക്ക് ഒളിച്ചു ജീവിച്ചു. അവൻ തന്റെ അനുയായികളുമായി പോലും നേരിട്ട് ബന്ധപ്പെട്ടിരുന്നില്ല. ഈ ഒറ്റപ്പെടൽ കാരണം അവൻ ഹാരി പോട്ടറിന്റെ നീക്കങ്ങളെക്കുറിച്ച് അറിഞ്ഞില്ല. ഈ വിവരമില്ലായ്മയാണ് വോൾഡ്മോർട്ടിന്റെ പരാജയത്തിന് ഒരു കാരണം. ചരിത്രം. ചെങ്കിസ് ഖാൻ. ചെങ്കിസ് ഖാൻ വിജയിക്കാൻ കാരണം അദ്ദേഹം ഒരു കോട്ടയിൽ ഒതുങ്ങിയിരുന്നില്ല എന്നതാണ്. അദ്ദേഹം എല്ലായ്പ്പോഴും തന്റെ സൈന്യത്തോടൊപ്പം യാത്ര ചെയ്യുകയും അവരുടെ കൂടെ താമസിക്കുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്തു. ഇത് അദ്ദേഹത്തിന് തന്റെ സൈന്യത്തിൽ നിന്നും ജനങ്ങളിൽ നിന്നും നേരിട്ട് വിവരങ്ങൾ ലഭിക്കാൻ സഹായിച്ചു. സിനിമ. ദി ഡാർക്ക് നൈറ്റ്. ബാറ്റ്മാൻ ഒറ്റയ്ക്ക് പ്രവർത്തിച്ച ഒരു കഥാപാത്രമാണ്. അതുകൊണ്ടാണ് ജോക്കർ അവനെ എളുപ്പത്തിൽ ആക്രമിക്കാൻ ശ്രമിച്ചത്. ബാറ്റ്മാൻ ഒറ്റപ്പെട്ട ഒരു വീരനായകനായതുകൊണ്ട് ജോക്കറിന് അവനെ നേരിടാൻ എളുപ്പമായിരുന്നു. ചരിത്രം. നെൽസൺ മണ്ടേല. നെൽസൺ മണ്ടേല 27 വർഷത്തോളം ജയിലിൽ ഒറ്റയ്ക്ക് കഴിഞ്ഞിട്ടും അദ്ദേഹം ജനങ്ങളുമായി ബന്ധം സ്ഥാപിക്കാൻ ശ്രമിച്ചു. ജയിലിൽ നിന്ന് പോലും അദ്ദേഹം പുറത്തുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി.
ഈ ബന്ധങ്ങൾ അദ്ദേഹത്തിന് സ്വാതന്ത്ര്യം നേടാനും ദക്ഷിണാഫ്രിക്കയുടെ പ്രസിഡന്റാകാനും സഹായിച്ചു. സിനിമ മണിച്ചിത്രത്താഴ്. മണിച്ചിത്രത്താഴ് എന്ന സിനിമയിലെ ഗംഗ ഒരു വീട്ടിൽ ഒതുങ്ങിക്കൂടി. അവൾ മറ്റുള്ളവരുമായി ഇടപഴകാൻ ശ്രമിച്ചില്ല. ഈ ഒറ്റപ്പെടൽ കാരണം അവൾക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകുകയും അത് അവളുടെ മാനസികാവസ്ഥയെ കൂടുതൽ വഷളാക്കുകയും ചെയ്തു.